Hi all. Now we are going to discuss few problems of signals. First case, periodic or not. ഒരു സിഗ്നൽ തന്നിട്ട് അത് പീരിയോഡിക് ആണോ അല്ലേ എന്നറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ഒമേഗ ഈക്വൽ ടു 2π/t എന്നുള്ള റിലേഷന് ടി കണ്ടുപിടിക്കും, T1 and T2. അപ്പോൾ T1 and T2 കിട്ടിയതിന് ശേഷം T1/T2 റേഷ്യോ കണ്ടുപിടിക്കുക. അത് റേഷണൽ നമ്പർ ആണെങ്കിൽ പീരിയോഡിക് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അപീരിയോഡിക്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്നിട്ട് T1/T2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടൈം പീരീഡ് ഓഫ് ദ കമ്പൈൻഡ് സിഗ്നൽ. ഫോർ എക്സാമ്പിൾ, x1 of t equal to 2 cos 10t plus 1 minus sin 4t minus 1. അപ്പോൾ ടൈം പീരീഡ് ഫസ്റ്റ് ടേമിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് T1 ഈക്വൽ ടു 2π/10, അതായത് ഫസ്റ്റ് ടേമിൻ്റെ ഒമേഗ 10 ആണ്. അപ്പോൾ T1 ഈക്വൽ ടു 2π/ω1, അതായത് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു π/5. സിമിലർലി സെക്കൻഡ് ടേമിൻ്റെ T2 ഈക്വൽ ടു 2π/4, ദാറ്റ് ഈസ് ഈക്വൽ ടു π/2. ഇനി രണ്ട് T1ഉം T2ഉം കിട്ടി. ഈ റേഷ്യോ ഓഫ് 2 പീരീഡ്സ് ആണ് T1/T2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5. അപ്പോൾ അതൊരു റേഷണൽ നമ്പർ ആണ്. Therefore, the system is periodic. And the period is t equal to, cross multiply ചെയ്യാണ്, 5t1 അല്ലെങ്കിൽ 2t2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 seconds. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ 60π cos 60πt പ്ലസ് സൈൻ 50πt. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ പീരീഡ് T1 ഈക്വൽ ടു 2π/ω. ഒമേഗ ഇവിടെ എത്രയാ? 60π. So we'll be getting 1/30. Similarly, T2 equal to 2π/ω2. ഇവിടുത്തെ 50π. Then we'll be getting 1/25. So T1/T2 equal to 5/6. So this is a periodic signal. Cross multiply ചെയ്യുമ്പോൾ we'll be getting the time period. Next problem, 2u of t plus 2 sin 2t. ut എന്ന് പറയുന്നത് എപ്പോഴും അപീരിയോഡിക് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ സൈൻ ഓഫ് 2tയും കൂട്ടിയാലും അത് അപീരിയോഡിക് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, കോസ് 4t പ്ലസ് 2 സൈൻ 5t. ഇതിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെത് T1 കണ്ടുപിടിച്ചു, 2π/4 π/2. സെക്കൻഡ് ടേമിൻ്റെത് 2π/π, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 seconds. T1/T2 ചെയ്യുമ്പോൾ π/2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു π/4. ഈ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷണൽ നമ്പർ അല്ലല്ലോ. So this is not periodic. Now we can discuss another kind of problems, sketching different signals. First, u of minus t plus 1. Example നോക്കാം. u of t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും. u of minus t എന്ന് പറയുമ്പോൾ അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. പിന്നെ ഉള്ളത് u of minus t plus 1 എന്ന് പറയുമ്പോൾ u of മൈനസ് ഓഫ് t minus 1 അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും t minus 1 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് റൈറ്റിലേക്കാണല്ലോ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സംഭവം ഇക്വേഷൻ u of minus t plus 1 ആണെങ്കിലും അതിൻ്റെ എഫക്റ്റ് മൈനസ് ഓഫ് t minus 1 ആയതുകൊണ്ട് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, -2 ഇൻറ്റു u ഓഫ് t minus 1. ഇതാണ് u ഓഫ് t. t minus 1 എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് താഴേക്ക് -2ലേക്ക് മാറും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, x ഓഫ് t ഈക്വൽ ടു 3 ഇൻറ്റു r ഓഫ് t minus 1. അപ്പോൾ r ഓഫ് t എന്ന് പറയുമ്പോൾ റാമ്പ് സിഗ്നൽ ഫസ്റ്റ് പ്ലോട്ടിലുള്ളത്. r ഓഫ് t minus 1 എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. 3 ഇൻറ്റു r ഓഫ് t minus 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലോപ്പാണ് ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് -2 ഇൻറ്റു r ഓഫ് t. ഇത് r ഓഫ് t. -2 എന്ന് പറയുമ്പോൾ താഴേക്ക് പോവും. 2 എന്ന് പറയുമ്പോൾ സ്ലോപ്പ് 2 ആയിട്ട് കൂട്ടിക്കൊടുക്കാം. -2 ഇൻറ്റു r ഓഫ് t. ഇനി r ഓഫ് -t പ്ലസ് 2. അപ്പോൾ ആദ്യം r ഓഫ് t ഇതാണ്. അതിൻ്റെ r ഓഫ് -t എന്ന് പറയുമ്പോൾ മിറർ ഇമേജ് കിട്ടും. r ഓഫ് -t പ്ലസ് 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് ഓഫ് t minus 2 വരുന്നതുകൊണ്ട് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്.
ഇനി പൈ ഓഫ് ടി പ്ലസ് ത്രീ, ഇത് പൈ ടി ആണ്. പൈ ഓഫ് ടി പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് പ്ലോട്ട് എക്സ് ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് 2t ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി പ്ലസ് ടു മൈനസ് യു ഓഫ് ടി മൈനസ് ടു. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് യു ഓഫ് ടി പ്ലസ് ടു മൈനസ് യു ഓഫ് ടി മൈനസ് ടു ആണ്. നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ യു ഓഫ് ടി പ്ലസ് ടു വരയ്ക്കണം ആദ്യം. ടി പ്ലസ് ടു എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ടി മൈനസ് ടു എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ടി പ്ലസ് ടു എന്നും ടി മൈനസ് ടു കുറക്കുമ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ സിഗ്നലാണ് കിട്ടുക. അതിൻ്റെ എക്സ് ഓഫ് 2t എന്ന് പറയുമ്പോൾ അത് കംപ്രസ് ആയി പോകും. ഇനി നെക്സ്റ്റ് ഈസ് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസിൻ്റെ പ്രോബ്ലം ആണ്. എക്സ് ഇ ഓഫ് ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി. അതുപോലെ ഓഡ് സിഗ്നലിൻ്റെ ഓഡ് കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഒ ഓഫ് ടി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ്. ഫസ്റ്റ് സിഗ്നൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി. ഇനി എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ ടിക്കൊക്കെ മൈനസ് ഇട്ട് കൊടുക്കുക. കോസ് മൈനസ് ടി കോസ് ടി, സൈൻ മൈനസ് ടി മൈനസ് സൈൻ ടി, കോസ് മൈനസ് ടി ഇൻറ്റു സൈൻ മൈനസ് ടി മൈനസ് കോസ് ടി സൈൻ ടി. എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കോസ് ടി എന്ന് ആൻസർ കിട്ടും. ഇനി എക്സ് ഒ, അതായത് ഓഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി, ദാറ്റ് ഇസ് സൈൻ ടി പ്ലസ് കോസ് സൈൻ ടി. നെക്സ്റ്റ് പ്രോബ്ലം ഇസ് ചെക്കിംഗ് വെദർ എനർജി സിഗ്നൽ ഓർ പവർ സിഗ്നൽ. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. x1t ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു യു ഓഫ് ടി. എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഇ ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ടി ടു ടി എക്സ് ടി സ്ക്വയർ ഡി ടി. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രലിൽ തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്താലും മതി. അപ്പോൾ യു ഓഫ് ടി വരുമ്പോൾ എന്താണ്, ലെസ് ദാൻ 0 ഉള്ള വാല്യൂസൊക്കെ 0 ആയി പോകും. അതുകൊണ്ട് ലിമിറ്റ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ടി ടു ടി എന്നുള്ളത് എന്താവും, 0 ടു ടി എന്നായി മാറും. പിന്നെ ഇ റേസ് ടു മൈനസ് 3t ഇത് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് 6t. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ മൈനസ് 6. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ഇ റേസ് ടു മൈനസ് 6t മൈനസ് ഇ റേസ് ടു 0 ആണ് വരിക. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1. സോ ദ ആൻസർ ഇസ് 1/6. അപ്പോൾ എനർജി കിട്ടി. എനർജി ഫൈനൈറ്റ് ആണ്. ഇനി പവർ കണ്ടുപിടിക്കുക. പവർ ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ടി സ്ക്വയർ ഡി ടി. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ്സ് മാറ്റുക. മൈനസ് 6t മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് 6. ലിമിറ്റിൽ ടി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക. ഇവിടെ ഡിനോമിനേറ്ററിൽ ടി ഉണ്ടല്ലോ, അത് ഇൻഫിനിറ്റി ആകുമ്പോൾ ദാറ്റ് ഇസ് 1/infinity ഈക്വൽ ടു 0. അപ്പോൾ എനർജി സിഗ്നലിൻ്റെ കണ്ടീഷൻസ് ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്തത്. അതായത് എനർജി ഫൈനൈറ്റ് ആണ്, പവർ 0 ആണ്. Therefore the signal is energy signal. Now next kind of problem is find the following signals are causal or non-causal. ഈ causal ആണെങ്കിൽ ലെസ് ദാൻ 0 ഉള്ളതൊക്കെ 0 ആവണം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ഇ റേസ് ടു at ഇൻറ്റു യു ഓഫ് ടി. അപ്പോൾ യു ഓഫ് ടി എവിടെ വന്നു കഴിഞ്ഞാലും എന്താണത്, causal ആയിരിക്കും. കാരണം യു ഓഫ് ടിനായിട്ട് ഏത് മൾട്ടിപ്ലൈ ചെയ്താലും ലെസ് ദാൻ 0 ഉള്ള വാല്യൂസ് ഒക്കെ 0 ആയി മാറും. Therefore the signal is causal signal. ഇനി next problem. For the signal x of t, find the signals x of t minus 2. ഫസ്റ്റത്തെ നോക്കാം. ഇതാണ് നമ്മുടെ x of t. അപ്പോൾ അതിൻ്റെ x of t minus 2 കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് 1ലുള്ള വാല്യൂ പ്ലസ് 1ലേക്ക് എത്തും. അതേപോലെ ഓരോന്നും റൈറ്റിലേക്ക് 2 ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ 2ലുള്ള വാല്യൂ 4ലെത്തും, 1ലുള്ള വാല്യൂ 3ലെത്തും. എക്സ് ഓഫ് 2t പ്ലസ് 3 ആണ് അടുത്തത്. എക്സ് ഓഫ് ടി ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം എക്സ് ഓഫ് ടി പ്ലസ് 3 ചെയ്യാം. അപ്പോൾ അത് ബാക്കിലേക്ക് പോവും. 2t പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഇതിനെ ഷ്രിങ്ക് ചെയ്യും. മൈനസ് 4ലുള്ള വാല്യൂ മൈനസ് 4/2ലാണ് വരിക. മൈനസ് 1ലുള്ള വാല്യൂ മൈനസ് 1/2, അതായത് മൈനസ് 0.5 വരും. മൈനസ് 2ലുള്ള വാല്യൂ മൈനസ് 1 വരും. പിന്നെ നെക്സ്റ്റ് എക്സ് ഓഫ് 3/2t. 3/2t എന്ന് പറയുമ്പോഴും അങ്ങനെ ഷ്രിങ്ക് ചെയ്യാണ് ചെയ്യുക. 2ലുള്ളത് 4/3ലാണ് വരിക. ഓക്കെ,
അതേപോലെ ബാക്കി വാല്യൂസും. അപ്പോൾ ഷ്രിങ്ക് ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ് എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് 1. അപ്പോൾ ഇത് എക്സ് ഓഫ് ടി, ഇത് എക്സ് ഓഫ് മൈനസ് ടി. അതിൻ്റെ എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് 1 ആണ്. പക്ഷേ മൈനസ് ഓഫ് ടി മൈനസ് 1 ആയതുകൊണ്ട് അത് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും പ്രോബ്ലങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.